എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. പ്രകാശന് കാർത്തികനെ കൂടെയുള്ള ആ സ്ത്രീയെ അതിൽ ലക്ഷ്മിയാണെന്ന് തെറ്റിദ്ധരിച്ച് അവരെ ഫോളോ ചെയ്ത് വരുവാണ്. ഈ സമയം ബാലണ്ണനാണ് പറഞ്ഞത്, എടാ അത് നിന്റെ ഭാര്യയാകാൻ പോകുന്ന ലക്ഷ്മിയാണെന്ന് തോന്നിയെന്ന് പറയാണ്. പക്ഷെ പ്രകാശൻ അത്രയ്ക്ക് അവിടെ വിശ്വാസം വന്നില്ല. കാരണം ഇത്ര സുന്ദരി, അത് ഇത്ര ചെറുപ്പക്കാരിയാണോ, ഒരു പക്ഷെ ഇനി കാർത്തിക പറഞ്ഞ പോലെ ചിലപ്പോൾ ശരിയായിരിക്കോ, അങ്ങനെയൊക്കെ ഒരു ചെറിയ സംശയങ്ങളൊക്കെ പ്രകാശന്റെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ശരിയായിരിക്കും. ഈ സമയത്ത് ഒരു കാര്യം ചെയ്തു പ്രകാശം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോയി നോക്കാന്ന് പറയാണ്. ഇനി കാർത്തികയുടെ അമ്മയാണെന്ന് പറയാൻ പറ്റില്ലോ. അങ്ങനെ അവർ റെസ്റ്റോറൻറ്റിൽ ഒരു സൈഡിൽ വന്ന് ഇരിപ്പുണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ അവിടേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ പ്രകാശൻ അങ്ങോട്ട് അടുത്തേക്ക് ഒരു മടി, ഇനിയിപ്പോ റെസ്റ്റോറൻ്റ് ഒക്കെ അല്ലേ, താൻ ചെന്ന് എങ്ങനെ ഇനി പരിചയപ്പെടുന്ന അങ്ങോട്ട് ചെന്നപ്പോൾ കാർത്തിക മോൾക്ക് എന്ത് തോന്നും എന്നോർത്തോണ്ട് പ്രകാശൻ അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തിന് അവര് അവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ചങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് പ്രകാശൻ ആ മുഖം കണ്ടു. ദൈവമേ, ഭയങ്കര സുന്ദരിയാണല്ലോ ഇവരാണോ ഇനിയിപ്പം എന്താ എങ്ങനെയാണെന്നും അറിയത്തില്ല. വല്ലാത്തൊരു ടെൻഷൻ പ്രകാശന് മനസ്സിലേക്കുണ്ട്. ഇത്രയൊക്കെ സുന്ദരിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ വിവാഹം കഴിക്കണം. എന്നിട്ടാണല്ലോ താന് എന്ത് ചെയ്യാനാ ആ ദീപയുടെ അവരുടെയൊക്കെ പുറകെ പോയത്. അങ്ങനെയൊക്കെ ഒരു ചിന്ത പ്രകാശന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ബാലൻ ചോദിച്ചു, എന്താടാ പ്രകാശൻ നീ നോക്കുന്നേ? എന്റെ ബാലണ, എനിക്ക് ഇവരെ കണ്ട് സഹിക്കുന്നില്ല, എന്തൊരു സൗന്ദര്യം അല്ലേന്ന് ചോദിക്കുകയാണ്. അത് ശരിയാടാന്ന് പറയണം. അല്ല ബാലണ, ഇവരമ്മയാണെന്ന് എങ്ങനെ നമ്മൾ അറിയുമെന്ന് ചോദിക്കുക. അതാണ് കാര്യം. അതെ, ഞാൻ അതിനൊക്കെ ട്രിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയാണ്. അതൊക്കെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചു തരാം, നീ ധൈര്യമായിട്ടിരിക്കാൻ പറയാണ്. അങ്ങനെ കാർത്തിക ലക്ഷ്മിയും കൂടെ അങ്ങോട്ട് പോയി. പിന്നീട് കാർത്തിക യാത്രയൊക്കെ പറഞ്ഞു പോവാണ്. പിന്നീട് ലക്ഷ്മി ചെന്ന് കാറിലേക്ക് കയറാൻ തുടങ്ങുന്ന സമയത്താണ് ബാലണ്ണൻ അങ്ങോട്ട് ഓടിച്ചെല്ലുന്നത്. ബാലണ്ണൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് അവരോട് അല്ല, എവിടെയോ കണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ, പേരെന്താന്ന് ചോദിക്കുവാണ്. എവിടെയോ പരിചയമുള്ളൂ അല്ലെ? എന്റെ പേര് ലക്ഷ്മി എന്നാന്ന് പറയണം. ഓ, അത് ശരിയല്ലേ. അല്ല, ഇവിടെ ഞാൻ ഒരാളെ കാണാൻ വേണ്ടി വന്നാന്ന് പറയണം. ആ ശരി, അല്ല എവിടെയാ പരിചയം എന്ന് പറഞ്ഞാൽ, അല്ല എവിടെയോ വെച്ച് എനിക്ക് പരിചയം തോന്നി, അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച ആളാണെന്ന് അറിയാൻ വേണ്ടി വന്ന, അല്ല ആള് മാറിപ്പോയതാ, സോറി ഇട്ടോ എന്നൊക്കെ പറയാണ്. പിന്നീട് ബാലണം ഭയങ്കര സന്തോഷത്തോടുകൂടി പ്രകാശിന്റെ അടുത്തേക്ക് വരികയാണ്. വന്നിട്ട് പ്രകാശിനോട് പറഞ്ഞു, പ്രകാശ ഞാൻ പറഞ്ഞ് കൃത്യാന്ന് പറയാം. എന്താ എടാ, അത് ആരെന്നറിയോ, കാർത്തികയുടെ അമ്മയെന്ന് പറയണ, അവരുടെ പേരെന്താണെന്നറിയോ, ലക്ഷ്മി എന്നാന്ന് പറയണേ. ലക്ഷ്മിയോ? സത്യമാണോ ബാലണ പറയണെന്ന് ചോദിക്കും. പിന്നെ ഞാനെന്തിനാ കള്ളത്തരം പറയുന്നേ? അവരെന്നോട് പറഞ്ഞ അവരുടെ പേര് ലക്ഷ്മി എന്നാന്ന്. ബാലണ്ണ, എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല, എന്റെ ദൈവമേ. അങ്ങനെ പ്രകാശന മനസ്സിൽ ആ സ്ത്രീയുടെ രൂപം പതിവാണ്. അത് കാർത്തികയുടെ ഫ്രണ്ടാണ് എന്നുള്ള കാര്യമൊന്നും അവനറിയത്തില്ലോ. അവൻ തന്നെ ഭാര്യയുടെ സ്ഥാനത്ത് അവരെ അങ്ങ് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. ഇത്ര സുന്ദരിയായ സ്ത്രീയാണോ കാർത്തികയുടെ അമ്മയെന്നൊരു ചിന്ത. എങ്ങനെ ഏത് വിധേന ഇവിടെ സ്വന്തമാക്കണം, ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തിക്കൂടാ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ആ സമയം ആകെപ്പാടെ നിലവിളിച്ചിരിക്കുകയാണ്. സരുവിന് എന്ത് ചെയ്യണം നിർത്തില്ല, വല്ലാത്ത വിഷമ സങ്കടമൊക്കെയാണ്. കാരണം ഇതുവരെയായിട്ട് കുഞ്ഞിനെ കുറിച്ചുള്ള ഒരു വിവരമൊന്നും കിട്ടിയിട്ടില്ല. അച്ഛനാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് കൊടുക്കാനൊക്കെ പോയിട്ടുണ്ട്. വല്ലാത്തൊരവസ്ഥയാ. പിന്നീടാണെങ്കിൽ സരുവാണെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് മനോഹറിന്റെ മനസ്സിലേക്ക് ആ ഒരു ചിന്തകളൊക്കെ വരുന്നത്. കാരണം കുഞ്ഞിനെ ആരും ഒരാൾ പുറത്തുനിന്ന് ഇത്ര കൂളായിട്ട് വന്ന് എടുത്തോണ്ട് പോകത്തില്ല. അങ്ങനെ പോണെങ്കിൽ അതിന്റെ പിന്നില് മിക്കവാറും ഒന്നെങ്കിൽ തന്റെ അമ്മായിമ്മ അല്ലെ അമ്മായിച്ചൻ, ഇവര് തമ്മിലെടുത്ത തീരുമാനമാണെന്നും അറിയത്തില്ല. അങ്ങനെ എന്താണേലും നേരെ ശാരീനെ കാണാനായിട്ട് ചെല്ലുവാണ്. ആ സമയം രാഹുൽ പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് പോയിരിക്കുക. അങ്ങനെ ശാരിയുടെ മുറിയിലേക്ക് ചെല്ലുവാണ്. അപ്പൊ ശാരി എന്താന്ന് ചോദിക്കണം. അതെ, നിങ്ങൾ ഭയങ്കര അഭിനയമാണല്ലോ കാഴ്ചവെക്കുന്നത്. എന്താ അഭിനയം? കുഞ്ഞിനെ കാണാതെ പോയപ്പോഴേ എനിക്ക് ചെറിയ സംശയങ്ങളൊക്കെ തോന്നിയതാ, അതുകൊണ്ട് ഞാൻ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചായിരുന്നു പറയണം. ഇത് കേട്ട് ശാരി ഒന്നും ഞെട്ടി. അതിനകത്ത് എനിക്കൊരു കാര്യം വ്യക്തമായി, നിങ്ങളുടെ പൂർണ്ണ പിന്തുണയോട് കൂടിയിട്ടാ കുഞ്ഞിനെ ഇവിടെ നിന്ന് കടത്തിയിരിക്കുന്നു പറയണം. ദേ മനോഹർ, നീ വെറുതെ അനാവശ്യം പറയണെന്ന് പറയണം. അനാവശ്യം പറഞ്ഞല്ല, ഒരുത്തൻ ഇങ്ങോട്ട് കയറി വരുന്ന കണ്ടു, പിന്നീട് ഇവിടുന്ന് കുഞ്ഞിനെ എടുത്തോണ്ട് പോകുന്നത് കണ്ടു. അതിനർത്ഥം എന്താ, പുറത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് CCTV പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ അതൊന്നും CCTVക്കകത്ത് വരത്തില്ലല്ലോ. നിങ്ങൾ മനഃപൂർവ്വം കുഞ്ഞിനെ എടുത്ത് കൊടുത്തു വിട്ടാന്ന് മനസ്സിലായി. അത് എന്തിനു വേണ്ടിട്ടാന്ന് എനിക്ക് മനസ്സിലായി. എന്റെ കുഞ്ഞിനെ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ മനഃപൂർവ്വം ചെയ്ത കാര്യമല്ലേന്ന് ചോദിക്കുക. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശാരി വെറുതെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. അനാവശ്യമൊന്നുമല്ല, ഉള്ള കാര്യം പറഞ്ഞേ. ഇനി ഇപ്പൊ പോലീസ് പിടികൂട്ടണമെങ്കിൽ മിക്കവാറും രണ്ടെണ്ണത്തിനും മിക്കവാറും അകത്ത് പോയി കിടക്കാം. നിങ്ങൾ തന്നെയാണോ കൃത്യം ചെയ്തേ, അതോ നിങ്ങളുടെ ഒപ്പം ബഹാസ്വരനും കൂടെ ഉണ്ടോന്ന് ചോദിക്കാം. ശാരിക്കാണെങ്കിൽ വല്ലാത്തൊരവസ്ഥ. ഇവനെങ്ങാനും ഇനി സത്യം സരുവിനോട് വിളിച്ചു പറഞ്ഞാലോ, ഇതെങ്ങാനും ഈ കാര്യം എങ്ങാനും ഇപ്പൊ ഞാൻ സരുവിനോട് പറഞ്ഞാണ്ടല്ലോ,
നിങ്ങളെ അവർ പച്ചയ്ക്ക് കത്തിക്കും. അറിയാലോ, സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട് ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥയിലാണ് സരിയോടെ നിൽക്കുന്നത്. ഇത് കേട്ട് മനോഹരൻ പറഞ്ഞു, എടാ നിന്നെ പോലെ ഉള്ളൊരുത്തന്റെ കുഞ്ഞിനെ, എന്റെ പാവം മോള്, ഒന്നും അറിയത്തില്ലാത്തന്റെ മോള് ഇത്രയും കാലം ചുമന്ന് പ്രസവിച്ചില്ലേ. പക്ഷേങ്കിൽ അവള് അറിയുന്ന നിമിഷം ഉണ്ടല്ലോ, ആ കുഞ്ഞിനെ അവള് തന്നെ വെറുക്കുമായിരുന്നതാന്ന് പറയണം. അത് നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്, അതൊന്നും അവൾ അറിയാനായിട്ട് പോകുന്നില്ലെന്ന് പറയണം. പിന്നെ കുഞ്ഞിനെ ഒഴിവാക്കിയത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പല സ്ഥലത്തുനിന്ന് കുഞ്ഞുങ്ങളെ ഒഴിവാക്കിയിട്ടാ വന്നേ. പക്ഷെ ഇതുപോലത്തെ ഒരു അവസ്ഥ എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ലെന്ന് പറയണം. ഞാൻ എൻ്റെ ഒറ്റ ഭാര്യമാരുടെ അടുത്തൊന്നും അവളുടെ കുഞ്ഞുങ്ങളെ ഞാൻ വേർപിരിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ ക്രൂരത ചെയ്ത് നിങ്ങളാണ്. കാരണം പ്രസവിച്ചിട്ട് ഇത്ര ദിവസമായുള്ളൂ, 10-28 ദിവസമായി കഴിഞ്ഞപ്പോഴത്തേന് ആ ചോര കുഞ്ഞിനെ കൈമാറുന്ന നിങ്ങളൊരു സ്ത്രീ അല്ലേന്ന് ചോദിക്കാം. പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ പ്രസവത്തോടുകൂടി മരിച്ചു പോയില്ലേ, എന്നിട്ട് പോലും നിങ്ങൾക്ക് അതിന്റെ വേദനയും വിഷമവും മനസ്സിലാക്കാൻ പറ്റിയില്ലോ. അന്യന്റെ കുഞ്ഞിനെ ഇപ്പൊ സ്വന്തം കുഞ്ഞാന്ന് കരുതി നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കല്ലേ. ഒരു കുഞ്ഞ് നഷ്ടപ്പെടുമ്പോൾ ഒരു അമ്മയുടെ വേദന അത് നിങ്ങൾക്ക് ഇതുവരെയായിരിക്കും മനസ്സിലാക്കാൻ പറ്റിയില്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെക്കാളും വലിയ ദുഷ്ടയായ സ്ത്രീയല്ലേ നിങ്ങളും നിങ്ങളുടെ ഭർത്താവെന്ന് ചോദിക്കണം. അത് കേട്ടതും ശാരീരിക കൂടുതൽ നീ പറയൊന്നും വേണ്ട. പറഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നെക്കുറിച്ചുള്ള സത്യങ്ങൾ എന്തെങ്കിലും വിളിച്ചു പറയണമെന്നായിരിക്കും. അന്നാ പോയി വിളിച്ചു പറഞ്ഞു നോക്ക്, അപ്പൊ ബാക്കി അറിയാന്ന് പറയണം. ഈ സമയം ശാരിക്ക് മനസ്സിലായി, ഇവൻ അപകടകാരിയാണ്. ഇവനെ എത്രയും പെട്ടെന്ന് കൈകാര്യം ചെയ്തില്ലെങ്കിൽ തന്റെ കുടുംബത്തിന്റെ അവസ്ഥ വളരെ പരിതാപസ്ഥിതിയിലാവും. ഈ സമയത്ത് സരി മുറിയിലിരുന്ന് കരയുന്ന കേൾക്കായിരുന്നു. പെട്ടെന്ന് മനോഹരൻ, ഞാനും കൂടി ചെല്ലട്ടെ, അവളുടെ അടുത്തേക്ക് ചെല്ലട്ടെ. പക്ഷെ തൽക്കാലത്തേക്ക് ഞാൻ ഈ കാര്യങ്ങളൊന്നും പറയാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, പോലീസുകാർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അകത്തു പോകും. അതിനു മുമ്പ് നിങ്ങൾ കുഞ്ഞിനെ കൊണ്ട് എത്തിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് തന്നെ നല്ലതെന്ന് പറയാണ്. പിന്നീട് നേരെ സരുവിന്റെ അടുത്തേക്ക് ചെല്ലുക. ഈ സമയത്താണ് പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് കൊടുത്തിട്ട് രാഹുൽ അങ്ങോട്ട് വരുന്നത്. രാഹുലിന്റെ കാറ് വന്ന് നിൽക്കുന്ന സൗണ്ട് കേട്ടതും പെട്ടെന്ന് തന്നെ സരുവിനാണ് വല്ലാത്തൊരു വെപ്രാളം വിഷമമുണ്ടായി. ഒരു പക്ഷെ തന്റെ കുഞ്ഞിനെ കൊണ്ടായിരിക്കും വരുന്നത്. അങ്ങനെ രാഹുൽ വന്നിറങ്ങിയപ്പോഴത്തേന് ഷാരി ഓടി ചെല്ലുവാണ്. ഷാരി ഓടി ചെന്നിട്ട് രാഹുലിനോട് ചോദിച്ചു, എന്തായ കാര്യങ്ങള്, എന്നിട്ട് പോലീസുകാർ വല്ലതും പറഞ്ഞോ, കംപ്ലൈന്റ് കൊടുത്തപ്പോൾ എന്ത് പറഞ്ഞു, ഇനിയിപ്പോൾ നമ്മളെങ്ങാനും പ്രതിയാവും രാഹുലേട്ടാ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാഹുൽ പറഞ്ഞു, കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, അവര് അന്വേഷിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണ. ഇല്ല, അന്വേഷിച്ച് കഴിയുമ്പോൾ നമ്മളെങ്ങാനും പ്രതിയാക്കുമെന്ന് ചോദിക്കാം, അതൊന്നും വാഴത്തില്ല ശാരി, എന്താണേലും അവൻ ആ കുഞ്ഞിനെ കൊണ്ട് പോയത് തന്നെയാന്ന് പറയണം. പിന്നീട് ഷാരി പറഞ്ഞു, അത് അവള് ഭയങ്കര ടെൻഷനില്ല മോള്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അവൾ ഇവിടെ കിടന്ന് അലമുറയിട്ട് കരയുവാന്ന് പറയണം. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് വല്ല പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്, അവള് വലിയ കടുകൈ ചെയ്യുന്ന പോലെ എനിക്ക് പേടിയുണ്ടെന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല, നീ ഒന്ന് സമാധാനമായിട്ട് ഇരുന്നാൽ മതി, ഒരു കാരണവശാലും അവളുടെ മുന്നിൽ കുറ്റസമ്മതം ഒന്നും നടത്തിയേക്കല്ലെന്നൊക്കെ പറയാണ്. പിന്നീട് ഷാരി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും സരി ഓടി ഇറങ്ങി വരുവാണ്. ഓടി ഇറങ്ങി വന്നിട്ട് സത്യം പറ, എന്റെ കുഞ്ഞെന്തേ, എന്റെ കുഞ്ഞ് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കണം. ഓ, ചിലപ്പോൾ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കുമോ അല്ലേന്ന് പറഞ്ഞിട്ട് ഓടി അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ ചെന്നിപ്പോ രാഹുലിന്റെ കുഞ്ഞിനെ കണ്ടില്ല. പെട്ടെന്ന് ചോദിച്ചു, പറ എന്റെ കുഞ്ഞ് എവിടെ അച്ചാന്നും പറഞ്ഞുകൊണ്ട് രാഹുലിന്റെ കോളറിന് അങ്ങോട്ട് കയറി കുത്തി പിടിക്കണം. അല്ല അത് പിന്നെ മോളെ, ഞാൻ സത്യം പറ, നിങ്ങളെല്ലാവരും കൂടി എന്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞോ, എനിക്കറിയാം എന്റെ കുഞ്ഞിന് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. രണ്ടുപേർക്കും ഭ്രാന്താണല്ലോ, ഭ്രാന്ത് മൂത്ത് നിങ്ങൾ മിക്കവാറും അയാളെ വിളിച്ചു വരുത്തിയിട്ട്, ആ ധർമ്മക്കാരനെ വിളിച്ചു വരുത്തിയിട്ട് എന്റെ കുഞ്ഞിനെ കൊടുത്തായിരിക്കും അല്ലേന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് അലമുറയിട്ട് കരയുവാണ്. ഈ സമയത്ത് ഷാരി വന്നിട്ട് പറഞ്ഞു, മോളെ നീ ഇങ്ങനെ കിടന്ന് കരയല്ലേ, നിനക്ക് എന്തെങ്കിലും അസുഖങ്ങൾ എന്തെങ്കിലും പിടിക്കപ്പെടും, നീ ഒന്ന് അടങ്ങിയിരിക്കുക, നമുക്ക് കുഞ്ഞിനെ കണ്ടുപിടിക്കാം, പോലീസുകാരൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ എന്ന് പറയാണ്. പോലീസുകാർ അന്വേഷിച്ചു പോലും എനിക്ക് എന്റെ കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല എന്ന് പറയാണ്. അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മരിക്കുമെന്ന് പറയാം. ഇത് കേട്ട് രാഹുലും ചാരി ഒന്ന് ഞെട്ടി. ഇവൾക്ക് വേണ്ട ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തേ, ഇനി കുഞ്ഞിനെ അങ്ങ് നഷ്ടപ്പെട്ട് കഴിഞ്ഞ് ഇവള് വല്ല കടുങ്ങുകയും ചെയ്ത് അതോട് കൂടി തീർന്നു. വല്ലാത്ത പ്രതിസന്ധിയിലായി രാഹുലും ശാരി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. ആ സമയം കല്യാണി വിളിച്ചിട്ട് രൂപയോട് സരുവിന്റെ കുഞ്ഞിനെ കാണാനെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് രൂപ പറഞ്ഞു, മിക്കവാറും അത് അയാളായിരിക്കും മാറ്റിയത്. എന്റെ സ്വന്തം ചോര തന്നെ ആ രാഹുല്, അയാൾ മിക്കവാറും അവരോടൊപ്പം ശാരി ഉണ്ടോന്ന് അറിയത്തില്ല, അവർ രണ്ടുപേരും കൂടെ ആണോ ഈ കടുങ്കൈ ചെയ്തെന്ന് പറയാൻ പറ്റില്ല. അല്ല, കുഞ്ഞിനെ പ്രസവ സമയത്ത് തന്നെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചല്ലേ, അപ്പൊ മിക്കവാറും ഇതിന്റെ പിന്നിൽ അവരായിരിക്കും എന്ന് പറയാണ്. ഇത് കേട്ടതും കല്യാണം പറഞ്ഞു, അത് ശരിയായിരിക്കും, എന്താണല്ലോ സരിയോ അവിടെ കിടന്ന് അലമുറയിട്ട് കരയുന്നുണ്ട്, അവൾക്ക് ഇത് ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലോ എന്ന് പറയണം. അത് ശരിയാ, പക്ഷെ ഇതിനേക്കാളും വലിയ കരച്ചിലായിരിക്കും ഇനി ഇപ്പൊ മനോഹറിന്റെ കാര്യം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതൊക്കെ ഇനി വരാൻ പോകുന്നല്ലേ ഉള്ളൂ. കല്ലുമോനെയൊക്കെ ഇല്ലാതാക്കാൻ നോക്കിയതല്ലേ, കുഞ്ഞ് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എന്താന്ന് അവളും കൂടെ പഠിക്കട്ടെ. സ്വന്തം കുഞ്ഞ് പോകുമ്പോഴുള്ള വേദന എന്താന്ന് അവളും അറിയണം. കാരണം എല്ലാ പെറ്റന്മാർക്കും ഒരേ നോവ് തന്നെയല്ലേ വരുന്നേ, എല്ലാവർക്കും ഒരേ വിഷമങ്ങളും വേദന, സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന, അത് അവൾ എന്താണോ അറിയട്ടെ എന്നൊക്കെ പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷമായിട്ട് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.